ഹായ് ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്. കാരണം അഭി വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുകയാണല്ലോ. അങ്ങനെ ആദർശം, മുത്തശ്ശനും അജയനും ജയനും ചേർന്ന് അവരെല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ഒരു ബ്രാഞ്ചിൻ്റെയും ചുമതല അഭിയെ ഏൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ഒരു റബ്ബർ സ്റ്റാമ്പായി ഈ ഒരു ബ്രാഞ്ചിൽ ഇരുന്നോട്ടെ, കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ നിയമിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ആ തീരുമാനത്തിലെത്തുകയാണ്. എന്നിട്ട് ആദർശ് ആ തീരുമാനം അഭിയെ അറിയിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, ഇതിലും നല്ലത് എന്നെ പിരിച്ചുവിടുന്നതായിരുന്നു എന്ന്. അതൊക്കെ നിന്റെ ഇഷ്ടം. നല്ല നല്ല കമ്പനികൾക്ക് ഒരു രീതിയുണ്ട്. അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാലും അവരാരെയും പിരിച്ചുവിടില്ല. പിരിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. മാനാഭിമാനം ഉള്ളവർ പിരിഞ്ഞു പോയിക്കൊള്ളും. എന്നിട്ട് ആദർശ് അവിയോട് പറയുന്നുണ്ട്, നിനക്ക് പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് നിന്നിൽ നിന്ന് അതും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ വിറച്ച് നിൽക്കുന്നുണ്ട് അഭിയും. പിന്നെ കാണിക്കുന്നത് അനാമികയെയും അഭിയെയും പിന്നെ ജാനകിയും ജലജയും എല്ലാം ഉണ്ട്. എല്ലാവരും കൂടി ആദർശിനെതിരെ ഒരു ഗൂഢാലോചന നടത്തുകയാണ്. അനാമിക അഭിയോട് പറയുന്നുണ്ട്, ഇവിടെ ചന്തു എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കുട്ടി ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആ രഹസ്യം അങ്ങ് പൊട്ടിച്ച് ആദർശേട്ടനെ നാണം കെടുത്തണമെന്ന് പറയുകയാണ്. അഭിയേട്ടന് ഒരുപാട് ചാനലുകാരെ അറിയാവുന്നതല്ലേ, ഏതെങ്കിലും ഒരു ചാനലിലേക്ക് ഈ ന്യൂസ് ലീക്കാക്കി കൊടുക്കണം, പിന്നെ അതങ്ങ് പടർന്ന് പന്തലിച്ചു കൊള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ശരിയാ, അങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചില്ലല്ലോ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചതാണ്, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. അന്നേരം ജാനകി പറയുന്നുണ്ട്, വേറെ എന്ത് പ്രശ്നം ഉണ്ടാകാനാ, കുറച്ച് നാണക്കേടും ഉണ്ടാകും, അത് അവനെയല്ലേ ബാധിക്കുന്നത്, ഇത്ര നാളും രാജാവിനെ പോലെ നടന്നതല്ലേ, ഇനി കുറച്ച് നാണം കെട്ട് നടക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നെ അനാമിക പറയുന്നുണ്ട്, അഭിയേട്ടൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അഭി. അന്നേരം ജലജ പറയുന്നുണ്ട്, ആലോചിക്കാനൊന്നുമില്ല, ഇത് അതുപോലെ തന്നെ നീ ഇത് ചെയ്യണം എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ഓഫീസിലിരിക്കുന്ന നയനയാണ്. അപ്പോൾ ആൻമേരിയയുടെ കോള് വരുന്നുണ്ട്. ഏതായാലും ന്യൂസ് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്നിട്ട് ആൻമേരിയ ചോദിക്കുന്നുണ്ട്, അല്ല നയനേച്ചി, ആദർശേട്ടന് ഒരു കുട്ടിയുണ്ടോ, അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടല്ലോ. അത് കേട്ട് നയന ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് സത്യമല്ല, ചന്തുമോൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഞങ്ങളുടെ വീട്ടിലുണ്ട്, പക്ഷെ അവൾ ആദർശേട്ടൻ്റെ കുട്ടിയല്ല, ഞങ്ങൾ എടുത്തു വളർത്തുന്ന ഒരു കുട്ടിയാണ് എന്ന് പറയുകയാണ്. അതിൻ്റെ പിന്നിൽ വേറൊരു ചതിയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, ആ ന്യൂസ് ലീക്കായോ, അത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ അൻമേരിയ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ഞാൻ വിളിച്ചു എന്നേയുള്ളൂ, നിലവിൽ അത് ലീക്കായിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും ന്യൂസ് ചാനലിൽ അത് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. വല്ല മഞ്ഞപ്പത്രക്കാരുടെ കയ്യിൽ എങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നയന പറയുന്നുണ്ട്, ഞങ്ങളുടെ ശത്രുക്കൾ പണം കൊടുത്ത് ചെയ്യിച്ചതായിരിക്കും ഇത്, ഓണമൊക്കെ അല്ലേ വരുന്നത്, ഇതൊക്കെ പബ്ലിസിറ്റി ആയാൽ ജ്വല്ലറിയുടെ തകർച്ചയ്ക്ക് അത് കാരണമാകും, അതുകൊണ്ട് ആൻമേരിയ ഇത് ലീക്കാകാതെ നോക്കണം. അത് കേട്ട് ആൻമേരിയ പറയുന്നുണ്ട്, ഇവിടുന്ന് ലീക്കാകില്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ നയന ആദർശിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദർശിന് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ന്യൂസ് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് നീ ആൻമേരിയോട് ചോദിക്കണം. എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ആദർശ് ഒരു സംശയം പറയുന്നുണ്ട്, ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും ലീക്കായത്, കാരണം അഭിക്കിപ്പോൾ നമ്മളോട് നല്ല ശത്രുതയുണ്ടല്ലോ. അപ്പോൾ നയനയും പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാ സംശയം. എന്നിട്ട് പിന്നെ ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡായാൽ അത് ലാസ്റ്റ് ചെന്നെത്തുന്നത് അവനിലേക്ക് തന്നെയായിരിക്കുമെന്ന് അവൻ അറിഞ്ഞുകൂടെ, അതുകൊണ്ട് അവനിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നയന ആൻമേരിയെ കാണാൻ പോകുന്നുണ്ട്. ആൻമേരിയ പറയുന്നുണ്ട്, MD ആദ്യം ഇത് എന്നോട് വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് എനിക്കിത് ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞത്, ഇനി ഏതെങ്കിലും മഞ്ഞപ്പത്രം വഴി ലീക്കായാൽ പിന്നെ ബുദ്ധിമുട്ടാകും, പിന്നെ അതിൻ്റെ പിറകെയൊക്കെ നടക്കേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചന്തുമോളെ പറ്റിയും ചന്തുമോളുടെ കുഞ്ഞിൻ്റെ അമ്മയെ പറ്റിയും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആൻമേരിയ. എന്നിട്ട് ആൻമേരിയ പറയുന്നുണ്ട്, ചന്തുമോളുടെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ സത്യം അവർ പറയുമായിരുന്നു. പിന്നെ നയന പറയുന്നുണ്ട്, ന്യൂസ് പുറത്തായാലും ചില സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിലൂടെ ആദർശേട്ടൻ രക്ഷപ്പെടും, എങ്കിലും കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട് മാറുകയില്ല എന്ന് പറയുമ്പോൾ ആൻമേരിയ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞത്, അപ്പോൾ കുടുംബത്തിലുള്ള ഒരാളാണോ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയാനായി നോക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നത്. താങ്ക് യു.